നെറ്റിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് വിശ്വാസികളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിലായിട്ട് ചിന്തിച്ച്. ഇന്നലെ നമ്മൾ മനസ്സിനെ മലിനപ്പെടുത്തുന്ന പൈശാചികമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. നമ്മളെ ഡിസ്കറേജ്മെൻറ്റിൽ കൂടി നടത്തും, അല്ലെങ്കിൽ നമ്മളെ കർത്താവിൻ്റെ ഡേറ്റിയെ പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. കാണാത്തവരെ ദയവായിട്ട് പ്രീവിയസ് എപ്പിസോഡുകൾ പോയി കാണണമേ. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവന് ഡിസ്യൂണിറ്റി അല്ലെങ്കിൽ ഒരുമനപ്പെട്ടുള്ള യൂണിറ്റി ഇല്ലാതാക്കുന്ന അതിനുള്ള വിത്തുകൾ വിതയ്ക്കുന്നതിനെക്കുറിച്ചാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം സാത്താൻ ഈസ് ഹാപ്പി വിത്ത് പ്രോബ്ലംസ്. അവന് ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ സഭയിലുണ്ടാവുന്ന വലിയ സന്തോഷമാണ്. ഡിസ്യൂണിറ്റി ഉണ്ടാവാനായിട്ട് വലിയ ഇഷ്ടമാണ്. ഡിവിഷൻസ്, തമ്മിൽ വാഗ്വാദങ്ങൾ, അന്യോന്യം അകൽച്ച അല്ലെങ്കിൽ അന്യോന്യം പോര് ഒക്കെ ഉണ്ടായിട്ട് കർത്താവിൻ്റെ സഭയുടെ ദൗത്യം പരാജയപ്പെടുത്തുക എന്നുള്ളത് പിശാചിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ ഫെലോഷിപ്പിനെ അവൻ ഹെയ്റ്റ് ചെയ്യുന്നു, അവൻ ഇഷ്ടമല്ല. അതുകൊണ്ട് യൂണിയൻ ഈസ് സ്ട്രെങ്ത്, ഹി വാണ്ട്സ് ടു പ്രൊമോട്ട് സെപ്പറേഷൻ. അവന് വേർപെട്ട് ആയിത്തീരണം, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വാലിറ്റിയിൽ ആളിലിരിക്കണം, അല്ല ഒരുമിച്ച് ഒരു യൂണിയനായി ഒരു ഫെലോഷിപ്പായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് സാത്താൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡിസ്യൂണിറ്റി ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഫെലോഷിപ്പ് ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിലുള്ള വിത്തുകൾ അവൻ വിതയ്ക്കും എന്ന് മനസ്സിലാക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത്, സങ്കീർത്തനം 133 പറയുന്നത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. അതിനകത്ത് ഒരു ഫാമിലിയുമായിട്ട് ലിങ്ക് ചെയ്തല്ല സംസാരിക്കാതെ അനോയിൻറ്റഡ് ആൻഡ് ഓർഡൈൻഡ് ബൈ ഗോഡ്, ദ യൂണിറ്റി ഓഫ് ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള കാര്യം അത് സൊസൈറ്റിക്ക് ഏറ്റവും ആവശ്യമാണ്. ഒരുമിച്ചൊരു കുടുംബം ഇരിക്കുന്നത് ഹെർമോനിയ മഞ്ഞ് പോലെ. ദാറ്റ് വിൽ എന്ന് വെച്ചാൽ മൃഗങ്ങൾക്കും അതുപോലെ പ്ലാന്റ്സിനും സസ്യങ്ങൾക്കും അബണ്ടൻ്റായിട്ട് ധാരാളമായിട്ടുള്ള ജീവൻ കൊടുക്കുന്നത്, അനുഗ്രഹവും ശാശ്വതവുമായ ജീവൻ കൽപ്പിക്കുന്ന ഒരു അനുഭവം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഉള്ള അനുഗ്രഹങ്ങൾ ഇന്ന് ക്രിസ്തീയ ഫാമിലീസിൽ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വരുന്നു. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അവിടെ വലിയൊരു ദൈവത്തിൻ്റെ മഹത്വം അവിടെ വർണ്ണിക്കുകയാണ്. ഫാമിലി ഈസ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ്. അതൊരു വർഷിപ്പിൻ്റെ സ്ഥലമാണ് ഫാമിലി എന്ന് പറയുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. 2 പേരുണ്ടല്ലോ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ആ സാന്നിധ്യം വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭമെന്ന് പറയുന്നുണ്ട്. ഫാമിലി ലൈഫിലും അതുപോലെ ഒരുമിച്ചുള്ള ആ ബോണ്ടോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അത് പിശാചിന് ഇഷ്ടമല്ലത്. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് വിചാരിച്ച് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്താണ്. എന്തിനാണ്? ഒരുമിച്ചിരിക്കാനായിട്ട്, ടേക്ക് കെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനായിട്ട്. സങ്കീർത്തനം 68:6 ഏകാഗികളെ ദൈവം ഭവനത്തിലേക്ക് വരുത്തുന്നു എന്ന് പറയുന്നു. അതിന് ദൈവം എപ്പോഴും എലോണായിട്ടിരിക്കാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ ആ പേഴ്സണാലിറ്റി തന്നെ ട്രൈ യൂണിയൻ ഗോഡ്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാം എല്ലായിടത്തും. അവൻ്റെ ക്രിയേഷൻ, അവൻ്റെ എക്സിസ്റ്റൻസിലെല്ലാം തന്നെ അത് കാണാം. അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് ദൈവം മനുഷ്യനെ ആഗ്രഹിക്കുന്നു. ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, അവർ തമ്മിലുള്ള ബന്ധം, അതൊരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം, ഒരു ബാക്ക് ബോണാണ്. പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് ലീഡ് ചെയ്യുന്നു, നയിക്കുന്നു, ഭാര്യ സഹകരിച്ച് സബ്മിസീവായി ജീവിക്കുന്നു. 1 പത്രോസ് 3:7 അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിപ്പാൻ
ഭാര്യമാരെ ചേർത്തുകൊള്ളുന്ന കാര്യം പറയുന്നു. അതുകൊണ്ട് ഒരുമിച്ച് ദൈവസന്നിധിയിലിരിക്കണം. ഒരു മെച്യൂർഡ് ഫാമിലി മാരീഡ് ലൈഫായിട്ട് നമ്മൾ കുടുംബങ്ങളായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായിട്ട് പിശാച് ഡിസ്യൂണിറ്റിയുടെ കളകൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴേ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം ലോകത്തിൽ മുഴുവനായിട്ട് കാണുന്നതാണ് റൈസ് ഓഫ് ഫെമിനിസം. കാരണം അവിടെ കാണുന്നത് ഈക്വാലിറ്റി വിത്ത് മെൻ, മനുഷ്യനുമായിട്ട് സ്ത്രീ പുരുഷനുമായിട്ടുള്ള ഈക്വാലിറ്റി പറയുന്നുണ്ട്. ഈക്വലാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലെല്ലാം ഈക്വലാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഡിസൈനിൽ ഫാമിലിയിലെ ആ റിലേഷൻഷിപ്പിനകത്ത് സബ്മിഷൻ ആൻഡ് ലവ്, ഇത് രണ്ടുമാണ് ഏറ്റവും പറയുന്നത്. കീഴടങ്ങിയിരിക്കുക, അനുസരിക്കുക, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ലീഡ് ചെയ്യുക, സ്നേഹിക്കുക. ഈ രീതിയിലുള്ളൊരു കരുതലും കാഴ്ചപ്പാടുമാണ് കുടുംബത്തിൽ വേണ്ടത്. എന്നാൽ അത് ഇന്ന് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ബന്ധം ഇത് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഡൈവേഴ്സ് റേറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സമൂഹത്തിലാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് ഡൈവേഴ്സ് ഇന്ന് കാണുന്നു. അതുപോലെ തന്നെ ഇപ്പം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് മാരേജ് USA യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 60% കഴിഞ്ഞ 50 വർഷമായിട്ട് താണിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100 പേരിൽ 40 പേരെ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നർത്ഥം. 60 പേരും കല്യാണം കഴിക്കാതെ ഇരിക്കുകയാണ്. അതെങ്ങനെയാണ് അവരുടെ ജീവിതമെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തോളുക. 1970 76% അഡൽട്ട് പ്രായപൂർത്തിയായാലും കല്യാണം കഴിക്കുവാൻ. എന്നാൽ ഇന്ന് 70 കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 വർഷമായി. ഇന്ന് 30% ആൾക്കാരെ കല്യാണം കഴിക്കുന്നുള്ളൂ. ബാക്കി 70% കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ്. ഇന്ന് അമേരിക്കയിലുള്ള ടീൻസ് 19 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ, കുഞ്ഞുങ്ങൾ, അവരെല്ലാം തന്നെ അവരെ ഈ നേരത്തെ പറഞ്ഞ LGBTQ1A+ അതിനകത്ത് അവരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലെസ്ബിയനായിട്ടോ ഹോമോസെക്ച്വലായിട്ടോ ബൈസെക്ച്വലായിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ജീവിക്കാനായിട്ടുള്ളൊരു താല്പര്യം ഇന്ന് പൊതുവേ ടീൻസിനിടയിൽ കാണുന്നു. നമുക്കറിയാം അടുത്തൊരു 10 വർഷം കഴിയുമ്പം എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. ഇന്ത്യയിലും അതിൻ്റെ ഒരു മാതൃക പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, മോശയും അഹരോനും മിറിയാമും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് ഇസ്രായേൽ മക്കൾക്കൊരു മാതൃകയായിരുന്നു. എന്നാൽ സാത്താൻ അവിടെയും കയറി അവിടെ യൂണിറ്റി നശിപ്പിച്ചു. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ശരിക്കും അവിടെ ഒരു സ്പിരിച്വൽ ജലസി ആയിരുന്നു, സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു റൈവൽറി. ആ 12-ാം അധ്യായത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ 4-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനും നിങ്ങൾ മൂവരും സമാന കൂടാരത്തിൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്ന് അഹരോനെയും മിര്യാമിനെയും വിളിപ്പിച്ചു. അവർ അങ്ങോട്ട് ചെന്നു. പിന്നെ അവർ വിളിച്ച്, എൻ്റെ വചനങ്ങളെ കേൾപ്പി, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവർ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തിയും സ്വപ്നത്തിൽ അവർ അരുളിച്ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. പക്ഷെ മോശയെക്കുറിച്ച് ദൈവം പറയുന്ന കാര്യമാണ്. എന്നിട്ട് യഹോവയുടെ കോപം അവിടെ നേരെ ജ്വലിച്ചു എന്ന് കാണുന്നു. നമുക്കറിയാം പിന്നീടുള്ള കോൺസിക്വൻസ് ആണ്, മിറിയാമിന് കുഷ്ഠം വന്നു. കുടുംബ വഴക്ക് അവിടെ യാത്ര മുടക്കി. ഇവിടെ ഒരു സ്പിരിച്വൽ ജലസി അവരുടെ ബന്ധത്തിന് വിള്ളൽ വീഴുന്നതായിട്ട് കാണുന്നു. അവരുടെ യാത്ര മുടക്കി, അവർക്ക് കുഷ്ഠം വന്നു. പിന്നെ കുഷ്ഠത്തിന് ഉള്ളവരെ കൊണ്ടുപോകുന്ന പോലെ പുറത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു. സമയം ഡിലേ വന്നതായിട്ടൊക്കെ നമ്മളിതിനെ കാണും. ഇതേ അനുഭവങ്ങൾ തന്നെയാണ് പഴയ നിയമത്തിലെ ഇസാക്കിൻ്റെ മക്കൾ, യാക്കോബിൻ്റെ മക്കൾ,
ദാവീദിൻ്റെ മക്കളും ഒക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൂടി കടന്നു പോയിട്ട് പഴയ നിയമത്തിൽ കാണുന്നു. എന്താണിത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ യൂണിറ്റി, ഐക്യം തകർക്കുക എന്നുള്ളതാണ് പിശാച് നോക്കുന്നത്. അത് ആദ്യമേ നോക്കിയിട്ടുണ്ട്, അന്ന് തൊട്ടേ നോക്കിയിട്ടുണ്ട്. ഐക്യം തകർക്കുക എന്നുള്ളത് അത് പിശാചിൻ്റെ ഒരു നേച്ചറാണ്, തകർക്കുക. ഇതുപോലെ തന്നെയാണ് സഭയുടെ ഐക്യത്തെ തകർക്കുന്നത്. ഇന്ന് സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവിടെ യേശു ശിഷ്യന്മാരെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി രണ്ടായി അയക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചറിയാം, ഏകനായിട്ടല്ല അയച്ചത്, 2 പേരെ എടുത്തിട്ടാണ് അയക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു യൂണിറ്റി കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നടത്താനായിട്ട് പിശാച് ഒരിക്കലും സമ്മതിക്കത്തില്ല. എവിടെയൊക്കെ വരുന്നോ ആ സഭയെ തകർക്കാനായിട്ട് പിശാച് ഏതെങ്കിലും രീതിയിലുള്ള വിത്ത് യൂണിറ്റിയുടെ കളകളെ, ഡിസ്യൂണിറ്റിയുടെ കളകളെ കൊണ്ട് വിതയ്ക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെയാണ് സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ധാരാളം വരങ്ങൾ നൽകിയിരിക്കുന്നത്. ഗലാത്യർക്ക് 2-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാർ ജാതികളോട് ഇലകടന്ന് ജീവിക്കാനോ ഭക്ഷണം കഴിക്കാനോ താല്പര്യം കാണിച്ചില്ല എന്ന് കാണുന്നു. വിശ്വാസികളാണെങ്കിലും അവർ, യഹൂദന്മാരല്ലാത്തവർ ഇമ്പ്യൂർ ആണെന്ന് പറഞ്ഞ് ഒരു കൾച്ചറൽ ഡിഫറൻസ് ജൂയിഷ് ക്രിസ്ത്യൻസും അതുപോലെ ജെൻറ്റൈൽ ക്രിസ്ത്യൻ ജാതികളായിട്ടുള്ള ക്രിസ്ത്യാനികളും തമ്മിലുണ്ടായി. എന്നാൽ പത്രോസിന് ദൈവം ഇത് വെളിപ്പെടുത്തി ജാതിയിൽ നിന്ന് വന്നവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നും എന്ന് പത്രോസിന് വെളിപ്പെടുത്തി. എന്നാൽ പത്രോസ് യഹൂദന്മാരെ പേടിച്ച് അന്ത്യോക്യയിൽ വന്നപ്പോൾ യെരുശലേം യഹൂദന്മാരെ പേടിച്ചിട്ട് ജാതികളോട് ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. നമ്മൾ അത് കാണാം, ഇതിനകത്തൊക്കെ പറയുന്നുണ്ട്, ബൈബിളിൽ അത് കാണാം. എന്നാൽ പൗലോസിനെതിരായി പ്രതികരിച്ചു. യെരുശലേം സഭയും അന്ത്യോക്യ സഭയും തമ്മിൽ അങ്ങനെ സെപ്പറേഷൻ പാടില്ല എന്ന് പറഞ്ഞു. യെരുശലേം ഉള്ളവർ, അന്ത്യോക്യയിലുള്ള ഒരിടത്ത് ജാതികൾ കൂടുതലും ഒരിടത്ത് യഹൂദന്മാരും, അവർ തമ്മിൽ സെപ്പറേഷൻ കൊണ്ടുവന്നു. ഈ സെപ്പറേഷനൊക്കെ ശരിക്കും സഭയിലുണ്ടാക്കി ഇവിടെ പിശാചാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് പത്രോസ് പൗലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 3-14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ ചില പ്രയാസമുണ്ട്. അറിവില്ലാത്ത അസ്ഥിരന്മാരായുള്ളവർ ശേഷം തിരുവഴുത്തിലെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യൂണിറ്റി ഇല്ലാതെ പോകുന്ന സഭ. പൗലോസും ബർന്നബാസും ആദിമസഭയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി കൂട്ടുവേലക്കാരനായ മർക്കോസിനെ ചൊല്ലി. പിന്നീട് നമ്മൾ 2 തിമോത്തിയോസ് 4:11 പൗലോസ് മർക്കോസിനെ കൂട്ടുന്നതായി കാണാം. ചർച്ചിൽ യൂണിറ്റിയിൽ ഉണ്ടാകാതിരിക്കാൻ പിശാച് ധാരാളം പ്രവർത്തിക്കുന്നു. പത്രോസ് പോലും അതിന് കീഴ്പ്പെട്ടു പോയി. പത്രോസും തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടായതായിട്ട് കാണുന്നു. പിന്നെ മർക്കോസിനെ തിരികെ കൊണ്ടുവരാനായിട്ട് ബർന്നബാസ് വന്നതായിട്ട് കാണും. ഇതെല്ലാം എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലീഡേഴ്സിൻ്റെ ഇടയിൽ പോലും തന്നെ ഡിസ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് പിശാച് ശ്രമിക്കുന്നു. അതിൽ പിശാച് സക്സസ്ഫുൾ ആവുന്നു, പലപ്പോഴും സക്സസ്ഫുൾ ആവുന്നു. ഇന്ന് യൂണിറ്റി ഓഫ് ചർച്ച്, സഭ ഐക്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. വിവിധ സഭകളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കണം എന്ന്. എന്നാൽ ഡോക്ടറിലായിട്ടുള്ള ഒരുപാട് വ്യത്യാസമുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ചിന്ത ഇന്ന് പലപ്പോഴും മാറിയിരിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിസ്യൂണിറ്റി കൊണ്ടുവരുന്നത് പിശാചാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഏതൊക്കെ സഭകളായാലും ഏതൊക്കെ രീതിയിൽ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും, അവിടെല്ലാം സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ഒരുമിച്ച് നിന്നാൽ ഈ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധ്യമാകും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കോരിന്ത്യ സഭയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായത് പറയുന്നു. ഡിസ്പ്യൂട്ട് എമംഗ് ബിലീവേഴ്സ്. അതിനകത്ത് എഴുതിയൊക്കെ, നിങ്ങളിലൊരുത്തിന് മറ്റൊരുത്തിനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തരുടെ മുമ്പാകെ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നു. ഇന്ന് നോക്കിയ സഭകൾ തമ്മിലുള്ള കേസുകൾ, ഈ കേസിൻ്റെ എന്താ കാരണം, കേസൊക്കെ മിക്കവാറും ശ്രദ്ധിച്ചാൽ അറിയാം. അതെല്ലാം തന്നെ അവരുടെ അവകാശങ്ങൾ, അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ പൊസഷൻ, ഇതൊക്കെയാണ് സഭകൾ തമ്മിലുള്ള കേസ്.
കേരളത്തിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിധി നടപ്പാക്കാതെ ഉള്ള സഭകൾ ചെയ്യാതിരിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള ടെമ്പററി ആയിട്ടുള്ള അസറ്റിന് വേണ്ടിയുള്ള കളികളാണ് സഭയിൽ നടക്കുന്നത്. അതിനകത്താണ് ഡിസ്പ്യൂട്ട്. പിശാച് അതിൽ സക്സസ്ഫുള്ളായി അത് ചെയ്യാനായിട്ട്. ഈ കോടതി വിധി ആരാ ഉണ്ടാക്കുന്നത്? ഈ ബൈബിൾ പഠിച്ച ആളൊക്കെയാണ് കോടതി വിധി വരുന്നത്. അതിനകത്ത് പറയാം, നിങ്ങളൊരുത്തന്നെ വ്യവഹാരം ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ലാതെ വേറൊരുത്തന് മുമ്പാകെ നിങ്ങൾ വ്യവഹാരത്തിന് പോകുന്നത് എന്തിനാണ്? അങ്ങനെ പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കാനായിട്ടിരിക്കുമ്പോഴേ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ചെറിയ സംഗതികൾക്ക് വേണ്ടി നിങ്ങൾ ഈ ലോകത്തിലുള്ള കോടതികളുടെ മുമ്പിൽ കയറി ഇറങ്ങുന്നത് എന്ത് കഷ്ടമാണ് എന്ന് ദൈവവചനത്തിൽ പറയുന്നു. ഈ അഭിപ്രായ ഭിന്നത വന്നിട്ട് ഇത് കൊണ്ടുവരുന്ന ആരാണ്? പിശാചാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. സഭ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് പിശാച് സഭയെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. എന്താണ് കാണിക്കുന്നത്? സ്നേഹത്തിലുള്ള ഐക്യം അതില്ലാതെയാക്കി കളയുകയാണ്. രണ്ടാമത് എന്താണ്? ഇൻക്രീസിങ് പ്രൈഡ്, നമ്മുടെ അഹങ്കാരം വർദ്ധിക്കുക, നിഗളം വർദ്ധിക്കുകയാണ്. ആരാണ് വലിയവൻ? ഈ സഭയാണോ വലുത്? ആ സഭയാണോ വലുത്? സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം, നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന കാര്യം. ദൈവത്തിൻ്റെ കോടതിയിലെ, ദൈവത്തിൻ്റെ രാജ്യത്തിലെ ഈ ലോകത്തിലുള്ളതിനെല്ലാം വിപരീതമാണ്. മുമ്പന്മാർ പിമ്പന്മാരാവും, പിമ്പന്മാർ മുമ്പന്മാരാവും. ഇവിടെ ജീവിതം വേണമെന്ന് പറഞ്ഞാൽ ജീവിതത്തെ ത്യജിക്കണം, ജീവിതത്തെ നേടണമെന്ന് പറഞ്ഞാൽ കളയണം. സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം അത് നമ്മളെല്ലാം കളഞ്ഞു കുളിക്കുകയാണ് സഭകൾ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുക. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? കോൾഡ് അസ് ടു സെർവ് ഗോഡ് ടുഗദർ. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സെർവ് ചെയ്യാനായിട്ടാണ്. ഇന്ന് ഈ സ്നേഹമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങൾ വരുന്നതോറും സെൽഫിഷ്നെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കമ്പാഷൻ ഇല്ല, അനുകമ്പയില്ല, ക്ഷമിക്കാനുള്ള കഴിവില്ല, കൃപയില്ല, കരുണയില്ല. ഇതെല്ലാം കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ആരാ കൊണ്ടുവരുന്നത്? ഇതെല്ലാം പിശാചിൻ്റെ കളി. എന്തിനാണ്? ഡിസ്യൂണിറ്റി കൊണ്ടുവന്ന് ഭവനത്തിലും സൊസൈറ്റിയിലും സഭയിലും ഡിസ്യൂണിറ്റി കൊണ്ടുവന്ന് തകർക്കുക എന്നുള്ള പിശാചിൻ്റെ ഏറ്റവും ഒരു താല്പര്യമുള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സഭയുടെ അവസാനിച്ച് ഞാൻ നിർത്തുകയാണ്. പിശാച് കൊണ്ടുവരുന്ന ഡിസ്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വാഗ്വാദവും പോരും ഉള്ളിടത്ത് നമ്മൾ പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ആത്മാവിനെ വിതയ്ക്കാനായി നമ്മൾ പഠിക്കണം. ആളുകൾ തമ്മിൽ വൈര്യമുള്ളിടത്ത് സ്നേഹത്താൽ ബന്ധിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. ആളിൽ നിഗളം ആയിട്ടിരിക്കുന്ന സ്ഥലത്ത്, പ്രൈഡ് ഇൻക്രീസ് ചെയ്യുന്നിടത്ത് താഴ്മയുടെ അനുഭവം, കർത്താവ് കഴിച്ച ദാസ്യത്തിൻ്റെയും താഴ്മയുടെയും അനുഭവം നമ്മൾ മാതൃകയാക്കി, മറ്റുള്ളവർക്ക് വേണ്ടി മാതൃകയാക്കി നമ്മുടെ ജീവിതങ്ങൾ കാണിച്ചു കൊടുക്കണം. തീർച്ചയായും ഇന്നത്തെ ചിന്ത അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഈ പിശാച് കൊണ്ടുവരുന്ന ഇതിനകത്തൊന്നും നമ്മൾ അടിമപ്പെട്ടു പോയത്. പ്രത്യേകിച്ച് ഈ കേസ്, വഴക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭവനങ്ങളിലുമുണ്ട്, സഭകളിലുമുണ്ട്. ഇതിനകത്തൊക്കെ അടിമപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ടു പോകാൻ ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, പിശാച് ഞങ്ങളെ തെറ്റിച്ചു കൊണ്ടുവന്ന വിധങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചല്ലോ. ഡിസ്യൂണിറ്റി ഭവനത്തിൽ കൊണ്ടുവരുന്നു. കർത്താവെ, ഒരുപാട് കേസസ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡൈവേഴ്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. മാരേജ് ഇല്ലാത്ത അനുഭവങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കർത്താവെ അതിക്രമിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിലൊക്കെ ഇവരുടെ ഇടയിൽ കർത്താവെ ഉപ്പായിട്ട് വിളക്കായിട്ട് ശോഭിപ്പാനായി നീ ഞങ്ങളെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ധാരാളമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, നിൻ്റെ വലിയ കൃപയിൽ ജീവിപ്പാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ ഐക്യമില്ലാതെ ഇരിക്കുന്ന കർത്താവെ ആ പിശാചിടുന്ന കളകൾ അതെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളെ റെസ്പോണ്ട് ചെയ്യുവാനായിട്ട് ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായിരിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണ, നിൻ്റെ കൃപ കർത്താവെ അവരുടെ മേലുണ്ടായിരിക്കണം. ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങളായാലും അതിൽ നിന്നൊക്കെ അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും മനസ്സിൽ ഡിപ്രഷൻ വന്ന് കർത്താവെ ഉറങ്ങുവാനും ഒന്നും ചെയ്യാൻ വയ്യാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു.
ദൈവമേ, ആ ഡിപ്രഷൻ്റെ ആത്മാവിനെ എല്ലാം നീ മാറ്റിക്കളയണമേ. യേശുക്രിസ്തുവിൻ്റെ ആ വലിയ ശക്തി അവരിൽ ഇന്ന് രാത്രികാലം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ, അതൊന്നും എഫക്റ്റീവ് ആവുന്നില്ല. രാത്രി ഉറക്കം വരുന്നില്ല, പേടിയാവുന്നു, പേടി തോന്നുന്ന വ്യക്തികൾ, കർത്താവെ നിൻ്റെ വലിയ സമാധാനം, നിൻ്റെ വലിയ ശക്തി, നിൻ്റെ വലിയ ബോൾനെസ് കർത്താവയുടെ ജീവിതത്തിൽ വരട്ടെ. ധൈര്യപ്പെടുവാനായിട്ട് കർത്താവെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ടുള്ള കൃപ കൊടുക്കണമേ. ദൈവസന്നിധിയിലെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാൻ, ദൈവത്തിൻ്റെ ശക്തി വരുമ്പോഴേ എല്ലാ ഭയത്തെയും അത് വിടുവിക്കുന്നതാവുന്നു എന്ന് ചിന്തിപ്പാനായി അവരെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അതുപോലെ കർത്താവെ ഡൈവേഴ്സിലിരിക്കുന്ന ചില ആളുകളെ കാണിച്ചു തരുന്നു. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് വീണ്ടും ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പിശാച് കൊണ്ടുവന്ന ചില കർത്താവെ ആക്ടിവിറ്റീസ് അവരുടെ ജീവിതങ്ങൾ കൊണ്ടുവന്ന് അവരെ ഡൈവേഴ്സിലേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, അവർ തമ്മിലുള്ള അഭിപ്രായ ഐക്യത കർത്താവെ വീണ്ടും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ കർത്താവെ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അവരിരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിപ്പാനായിട്ട് നിൻ്റെ ആത്മാവ് കർത്താവെ ഇന്ന് രാത്രിയിൽ കർത്താവെ പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ചില മിറക്കിൾസ് ചില സ്ഥലങ്ങളിൽ നടന്നു എന്ന് അറിയിച്ചു. അതെല്ലാം അവർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇത് അവസാനം വരെ കാണുകയും ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ വിഷയമായിരിക്കും പറയുന്നത്. ദൈവം വഴി നടത്തും. ചില ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ദൈവം നടത്തിത്തരും. തീർച്ചയായും ഇത് മുഴുവനായിട്ട് കാണണം. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു തരികയും ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.